മുസ്ലിമത്തുകളായ സഹോദരിമാരിലേക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. നാം തുർമുദി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു ഈസ തുർമുദി തങ്ങൾ അവരുടെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, മാ മിൻ ഇംറഅത്തിൻ തളഉ സിയാബഹാ ഫീ ഗൈരി ബൈതി സൗജിഹാ ഇല്ലാ ഹസകത്തി സിത്ര ബൈനഹാ വ ബൈന റബ്ബിഹാ. സ്റ്റീം ബാത്തിന് പോകുന്നവർ, സ്പാക്ക് പോകുന്നവർ, ബ്യൂട്ടി പാർലറിൽ പോയി കടന്നു കൊടുക്കുന്നവർ, ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ വസ്ത്രം തന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ അഴിച്ചു മാറ്റിയാൽ, എന്ന് പറഞ്ഞാൽ അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ വീട് ഭർത്താവിന്റെ വീടാണ്, തന്റെ സ്വന്തം വീട്ടിലോ ഭർത്താവിന്റെ പുരയിലോ അല്ലാതെ. أيما امرأة ما من امرأة تضع ثيابها في غير بيت زوجها എന്ന് നബിതങ്ങൾ പറയുന്നത്, ഒരു പെണ്ണിന് അനുവദിക്കപ്പെടാത്ത സ്ഥലത്ത് ആ പെണ്ണ് തന്റെ വസ്ത്രം അഴിച്ചു വെച്ചാൽ, പാടില്ലാത്തിടത്ത്, അങ്ങനത്തെയാണത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പെണ്ണ് വസ്ത്രം അഴിച്ചു വെച്ചാൽ അവളും അവളുടെ റബ്ബും തമ്മിലുള്ള മറ അവൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പുറത്തിറങ്ങി നടന്ന് അന്യരുടെ മുമ്പിൽ വസ്ത്രം മാറ്റി കൊടുക്കുന്നവരെ പറ്റിയാണ്. സ്പാകളിൽ പോയി പുരുഷന്മാർ ചെയ്യുന്ന ബോഡി മസാജിന് ചെന്നു കൊടുക്കുന്നവർ, അന്യ പെണ്ണുങ്ങളുടെ മുമ്പിൽ തന്നെ, കാഫിറുകളായ പെണ്ണുങ്ങളുടെ മുമ്പിലോ അഫീഫത്തുകളല്ലാത്തവരുടെ മുമ്പിലോ ഔറത്ത് വെളിവാക്കുന്ന അല്ലെങ്കിൽ വെളിവായി പോകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാണെന്ന് പറഞ്ഞത് അത് വലവെക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. തങ്ങൾ പറഞ്ഞുവല്ലോ, ഇമാം ബൈഹഖി തങ്ങൾ സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസ്, ശർറു നിസായിക്കും അൽ മുതബർരിജാത്തുൽ മുതഖയ്യിലാത്ത്, നിങ്ങളുടെ പെണ്ണുങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ അൽ മുതബർരിജാത്തു, എപ്പോഴും പുറത്തിറങ്ങി നടക്കണം എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ, എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നവർ. ഷോ ഓഫ് ചെയ്ത് ആളുകളെ കാണിച്ചു നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ, സൗന്ദര്യം പ്രകടിപ്പിക്കുന്നവർ. അവര് കപട വിശ്വാസികളാണ്. ലാ യദ്ഖുൽനൽ ജന്നത മിൻഹുന്ന ഇല്ലാ മിസ്ൽ ഖുറാബിൽ അസം, കറുത്ത കാക്കയെ പോലെയുള്ളവരല്ലാതെ അവരിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് വരുന്നവരില്ല. കറുത്ത കാക്കകൾക്ക് ഇടയിൽ വെളുത്ത കാക്ക, അൽ ഖുറാബുൽ അസം, വെളുത്ത കാക്കകൾ വെറുത്ത കാക്കകളെ പോലെയല്ലാതെ അവരിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിരളമായ പെണ്ണുങ്ങളെ ആ കൂട്ടത്തിൽ വരൂ എന്ന് പോലും പറയാൻ കഴിയില്ല. ഇല്ല എന്ന ലിന്നഫി, ഇല്ല, തീർച്ചയായും അവർക്ക് സ്വർഗം നിഷിദ്ധമാകുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺമക്കൾക്ക് അച്ചടക്കമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സന്മനസ് അല്ലാഹു നൽകട്ടെ. ചുറ്റുപാടുമുള്ള കൂട്ടുകാരികൾ അവരിതൊക്കെ ചെയ്യുന്നവരാണ്, ഞാനും ചെയ്യട്ടെ. അവർ കൂടെ വരാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോവട്ടെ. കൂട്ടം കൂട്ടമായി അന്യ പുരുഷന്മാരോട് ഷോപ്പിംഗ് മാളിലേക്ക് കയറിയിട്ടും അല്ലാതെയും നമ്മുടെ പെൺമക്കൾ ഇങ്ങനെ നശിക്കണമെന്ന് ശത്രുക്കൾ ആഗ്രഹിച്ചതാണ്. നമ്മുടെ പെൺമക്കൾ ഇങ്ങനെ പുറത്തിറങ്ങണമെന്ന് ഇസ്ലാമിക രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ എത്ര ഗൗരവമാണിത്. എന്ത് ന്യായം പറഞ്ഞാൽ തന്നെയും ഒരു പെണ്ണിന്റെ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ അവർ പുറത്തിറങ്ങിക്കൂടല്ലോ. കുടുംബ സന്ദർശനം, അവരുടെ സുഹൃത്തുക്കളെ, അവരുടെ സഹോദരിമാരായ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നത്, ബന്ധുവിനെ സന്ദർശിക്കുന്നത്, രോഗിയെ സന്ദർശിക്കുന്നത്, അത്യാവശ്യമായ വിഷയം ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അതിനാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അറിയേണ്ട നിർബന്ധമായ ഇൽമുകൾ പഠിക്കണമെങ്കിൽ ഒരു പെണ്ണ് പുറത്തിറങ്ങേണ്ടി വരും. ചടക്കമുള്ള രീതിയിൽ ആണും പെണ്ണും എങ്കിലാവാതെ. അല്ലാഹുവിന്റെ നിയമം അതാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു ഈ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ അച്ചടക്കമുള്ള ഒരു സമൂഹമായി വളരാൻ നമ്മെ ആഗ്രഹിച്ചു. നമ്മളത് വേണ്ടെന്ന് വെച്ചു. നമ്മുടെ മക്കൾ ഇറങ്ങുകയായി, ഓരോരോ വഴിയിൽ പല പേരും പറഞ്ഞിറങ്ങുകയായി. നമ്മൾ കാണുന്ന മാതൃക അമേരിക്ക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.